ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കറുത്ത പൊന്ന എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിനും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്ത് എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് തൻ്റെ അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കുകയാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച സജീവ് സാർ. ഇപ്പോൾ അദ്ദേഹം തൻ്റെ അഭിഭാഷക വൃത്തിയോടൊപ്പം കൃഷിയിലും സജീവമാണ്. അദ്ദേഹം കുരുമുളക് കൃഷിയുടെ A to Z കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. പൊതുവെ കൃഷി ലാഭമല്ലെന്നുള്ളതാണ് പൊതു അഭിപ്രായം. ഈ പരമ്പരാഗത കൃഷി രീതിയിലെല്ലാം കൃഷി ലാഭമായി കലാശിക്കത്തില്ല പലപ്പോഴും. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് വിപണന സാധ്യത, പിന്നെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത, പിന്നെ നമ്മുടെ ഭൂമിയിൽ വിളവെടുക്കാൻ പറ്റുന്ന ക്രോപ്പിന്റെ സെലക്ഷനിലെ ഫെയിലിയർ. ഈ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ രീതിയിൽ കൃഷി പരാജയം സംഭവിക്കുന്നത്. പിന്നെ ആവർത്തന കൃഷി എപ്പോഴും പരാജയം തന്നെയാണ്. കാരണം എല്ലാ വർഷവും നമ്മൾ ആവർത്തിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിന് ഉൽപ്പാദന ചെലവ്, വിത്തിന്റെ വില, പിന്നെ അതിന്റെ മെയിൻ്റനൻസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ. പിന്നെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അൺഫോർസീൻ ആണ്, കാണാൻ പറ്റത്തില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മാർക്കറ്റാണ്. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ അതിന്റെ വിപണി മൂല്യം ചിലപ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നതിന് അത്ര വന്നു വരത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നഷ്ടത്തിൽ കൃഷി കലാശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് അവർ കരകയറണമെങ്കിൽ പിന്നെയും അവർ പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറത്തില്ല. അവർ ഇതേ കൃഷി തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുദാഹരണമാണ് ചിലർ പറയും ഇഞ്ചി കൃഷി, വാഴ കൃഷി എനിക്ക് ഈ വർഷം പോയെങ്കിലും അടുത്ത വർഷം കിട്ടുമെന്ന്. അങ്ങനെ പോക്കി കിട്ടുന്ന രീതിയിലേക്ക് കൃഷി കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃഷി ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പോഴെന്നും പ്രശ്നങ്ങളും നഷ്ടങ്ങളും മറ്റുമായിരിക്കും ഫലം. അതുകൊണ്ട് ഏതാണോ നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റം, കൃഷിയിലും മാറ്റം ഉണ്ടാവണം. വിപണന മൂല്യം ഉള്ളതും നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന ഉറപ്പുള്ള കൃഷിയിലേക്ക് നമ്മൾ മാറിയാൽ കൃഷി എപ്പോഴും ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ കർഷക കുടുംബത്തിലുള്ള വർഷങ്ങളായി കൃഷി ചെയ്ത് വരുന്നതാണ്. കൃഷിയിൽ പരാജയം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷി ചെയ്തിട്ട് അവരതിന് നേട്ടങ്ങളും കോട്ടങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കൃഷി ചെയ്ത് വന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യത വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ മിനിമം പ്രൊഡക്ഷനിൽ വരുമ്പോഴാണ് ഇത് കസ്റ്റമേഴ്സിന് കിട്ടാൻ പാട്. കാരണം ബൾക്കായിട്ട് മേടിക്കുന്ന ആളുകൾക്ക് വന്നെങ്കിൽ നമുക്ക് വില കിട്ടുള്ളൂ. അല്ല കുറച്ചുകൊണ്ട് ചെന്നൊരു കടയിൽ കൊണ്ട് ചെന്ന് ഇത് എനിക്ക് ഇത്രയും സാധനം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ വാങ്ങാനോ വില തരാനോ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മാറ്റി വന്ന കൃഷിയിൽ ഏറ്റവും ഒന്നും കുരുമുളക് കൃഷി. കുരുമുളക് ഏറ്റവും വിപണി മൂല്യമുള്ളതാണ്, മാർക്കറ്റുള്ളതാണ്. എത്ര നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചാലും ഉടനടി വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കുറച്ച് സ്റ്റോറേജ് ചെയ്ത് വെക്കാനും പറ്റുന്ന സാധനമാണ് കുരുമുളക്. അപ്പോൾ കുരുമുളകൂടെ മുമ്പുള്ള ചില പുരാതന അല്ലെ പഴയ ചില ബ്രീഡുകളുണ്ട്. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഇനങ്ങളുണ്ട്. ആ ഇനം സെലക്ട് ചെയ്തിട്ട് അതിനെ ഞാനിവിടെ തിപ്പലിയിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത്, കാരണം ഈ കുരുമുളകിന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ദ്രുതവാട്ടം, വേര് ചീയൽ, പിന്നെ ഫംഗസ് രോഗം, ഇതൊക്കെയാണ് അതിന് സ്വതവേ കണ്ടുവരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ കുരുമുളകിൻ്റെ വേര് വളരെ മൃദുലമാണ്. അത് ഭൗമ ഉപരിതലത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടുന്ന വളത്തിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ മണ്ണില്ലാതെ വരികയോ മണ്ണ് അധികമായി വരികയോ അല്ലെ മണ്ണിനകത്ത് എന്തോ ഘടനാ വ്യത്യാസം ഉണ്ടായാലോ ഈ വേര് ചെയ്യലോ ദ്രുതവാട്ടം, ഫംഗസ് ബാധകം ഉണ്ടാവും. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ എങ്ങനെ പറ്റും? കാരണം ഒരു കുരുമുളകിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 30-35 വർഷം വരെയാണ്. അപ്പോൾ ഒരു 4-5 വർഷമാകുമ്പോൾ തന്നെ നല്ല പക്വമായി വളർന്നു കയറി വരുന്ന കുരുമുളക് വളരെ പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മൃദുലമായ വേരാണ്. ആ വേരിനെ, അപ്പോൾ ഇത് എന്താണ് ഇതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമെന്ന് ഞാൻ നോക്കി മനസ്സിലാക്കിയെടുത്തോളൂ. ഇത് തിപ്പലിയിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാം, ബ്രസീലിയൻ തിപ്പലി. കാരണം അതിൻ്റെ വേര് വളരെ തിക്കാണ്. അത് 2 mm മുതൽ 4 mm വരെ തിക്നെസ് ഉള്ള വേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വേര് അങ്ങനെയുള്ള ബ്രസീലിയൻ തിപ്പലിയിൽ അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകൾ ഇപ്പം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് തെക്കൻ 1, തെക്കൻ 2, കുതിരവാലി, കുമ്പുക്കൽ, ഇങ്ങനെയുള്ള ഇനങ്ങളാണ്. ഈ ഇനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അത്യുൽപാദന ശേഷിയുണ്ട്, അതുപോലെ തന്നെ ഇത് ഡ്യൂറബിളുമാണ്, പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. അത് ഞാൻ ഈ ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് 2-3 തരത്തിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് റൈഡറായിട്ട് വള്ളി തന്നെ ഞാൻ 4 കുരുമുളകളാണ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നെന്ന് പറയുന്നത് അത് ഒക്കെ തന്നെ ഒന്ന് തെക്കൻ 1, തെക്കൻ 2, കുതിരവാലി, കുമ്പുക്കൽ. ഈ തൈകളെ തന്നെ ഡയറക്റ്റ് വേര് പിടിപ്പിച്ച തൈകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ദ്രുതവാട്ടോ വേര് ചെയ്യലിൻ്റെയൊക്കെ പോസിബിലിറ്റി കൂടുതലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇനങ്ങളിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഇനങ്ങളെ ഇപ്പം കരിമുണ്ടയോ പന്നിയൂരോ അതിനെ കൊണ്ടാകുന്ന കണക്ക് അത്ര പെട്ടെന്ന് കയറി ദ്രുതവാട്ടൊന്നും ബാധിക്കുന്ന ചെടികളല്ല. എന്നിരുന്നാൽ പോലും കൂടുതൽ ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 5 മുതൽ 35 വർഷം വരെ ഈൽഡ് കിട്ടുന്നതാണ് ഈ ഇനങ്ങളൊക്കെ. അപ്പോൾ ഇതിന് അത്രയും ലൈഫ് കിട്ടണം. ആ ലൈഫ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേര് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2 mm മുതൽ 4 mm വരെ തിക്നെസ് ഉണ്ട്. അതുപോലെ പെനട്രേറ്റിംഗ് മണ്ണിൽ ആഴ്ന്നിറങ്ങും. അതിനാവശ്യമുള്ള മൂലകങ്ങളെല്ലാം പിടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടൽ ചെടിയുടെ വർഗ്ഗമായതുകൊണ്ടേ ആദ്യം വെള്ളം കെട്ടിക്കിടന്നാൽ പുല്ലിന് കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ വേനൽക്കാലത്ത് കുറച്ച് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന കുരുമുളകിന് സ്വാഭാവികമായും പ്രതിരോധശേഷി കൂടുതലാണ്, ഉൽപ്പാദനം കൂടുതലാണ്.
വളരെ ഫാസ്റ്റായിട്ടാണ് ഗ്രോയിങ്. അതിൻ്റെ ഓരോ തണ്ടുകൾക്കും നല്ല കട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കുരുമുളകിന് ഒരൊറ്റ അതിനകത്തൊരു ഡ്രാബാക്ക് എന്ന് പറയുന്നതേ ഉള്ളൂ, അതിവേനൽ വരുന്ന സമയത്ത് ഇത് നനച്ചു കൊടുത്തോ ചുവട്ടിൽ പൊതയിടുകയോ ഒക്കെ ചെയ്യണം. അപ്പം 3 തരത്തിലേ തൈ എടുക്കുന്നവർ, ഒന്ന് ഡയറക്റ്റ് വേര് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്, 2 ആ ഡയറക്റ്റ് വേര് പിടിപ്പിച്ചെടുക്കുന്നതിനകത്ത് തന്നെ ഈ ടോപ്പ് ഷൂട്ട് ഉണ്ട്, നമ്മൾ കണ്ണിത്തല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്, പെട്ടെന്ന് തന്നെ താര് വരുന്നത്. അതല്ല ഡയറക്റ്റ് വേര് പിടിപ്പിച്ചെടുക്കുന്ന ചെന്തല അഥവാ നമ്മൾ കയറുതല എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, ചെന്തല. അത് നമ്മൾ റണ്ണർ എന്ന് പറയും, റണ്ണർ. അപ്പോൾ അത് രണ്ടും ഡയറക്റ്റ് വേര് പിടിപ്പിച്ചെടുക്കുന്നത്. ഇതിനെ തന്നെ രണ്ടാമത് തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് റണ്ണറും എടുക്കുന്നുണ്ട്, പിന്നെ ടോപ്പ് ഷൂട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരിനത്തിൽ തന്നെ 4 വെറൈറ്റി തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്നെന്ന് പറയാൻ വേര് പിടിപ്പിച്ച് ഡയറക്റ്റ് എടുക്കുന്ന റണ്ണർ, ദെൻ വേര് പിടിപ്പിച്ചെടുക്കുന്ന ഈ ബുഷായിട്ട് എടുക്കാം, റൈഡറായിട്ടും കയറി പോകും ബുഷ്. അപ്പോൾ ടാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു 6 മാസം മുതൽ 1 വർഷം വരുന്നതിന് മുമ്പേ തന്നെ അതിനകത്ത് റണ്ണർ കയറി വരും, ഓട്ടോമാറ്റിക്കായിട്ട് മുട്ടി കയറി വരും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ മുമ്പേ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു റണ്ണർ കയറി വരുന്നത്, വളരെ തിക്കായിട്ട് റണ്ണർ കയറി വരും. അപ്പോൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് എടുക്കുന്നത് തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് ഈ 4 ഇനങ്ങളുടെയും ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ കരിമുണ്ട ചെയ്യുന്നുണ്ട്. കരിമുണ്ട ചെയ്യുന്നുണ്ടെങ്കിലും കരിമുണ്ട ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം അതിന് ആ വിളവെടുപ്പ് വളരെ പാടാണ്. ചെറിയ നീളം കുറഞ്ഞ തിരികൾ അത് പറിച്ചെടുക്കാനൊക്കെ പാടാണ്. അതുപോലെ തന്നെ അതിനെ പിടുത്തം ആൾട്ടർനേറ്റീവ് യൂസല്ലേ വരുന്നുള്ളൂ. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ പരിചരിച്ചാൽ ഏറെക്കുറെ സമാനമായിട്ട് തന്നെ ഓരോ വർഷവും കിട്ടും. അതുപോലെ തന്നെ ഈ ഇതേപോലെ ക്രോപ്പ് സെലക്ഷൻ എടുക്കണം. കുരുമുളക് വളരെ ആദായം. 10 സെൻറ്റ്, 1 സെൻറ്റിൽ നമ്മൾ ഇൻറ്റൻസീവ് ഫാമിംഗ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ 1 സെൻറ്റിൽ 15 മൂടാണ്. മീൻസ് 10 സെൻറ്റ് ആകുമ്പോൾ 150 മൂടായി. 150 മൂട് കുരുമുളക് ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ആദായം കിട്ടും. മിനിമം ഒരു 5 കിലോ വെച്ച് ഒരു തേർഡ് ഇയറൊക്കെ ആകുമ്പോൾ 5 കിലോ കിട്ടും. ഞാനിപ്പോൾ അതിൽ കൂടുതൽ കിട്ടുമെന്ന് പറയാൻ നിങ്ങൾ കണ്ടതാണ്, അതിൽ കൂടുതൽ കിട്ടും. പക്ഷേ ഞാൻ തേർഡ് ഇയറിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ 5 കിലോ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയും ഞാൻ വെറുതെ പറയുകയാണെന്ന്. നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ആർക്കും എപ്പോഴും വന്ന് കാണാം ഞാൻ കൃഷി ചെയ്തിരിക്കുന്നതിന് അതിനകത്ത് ഈൽഡും എത്ര ഉണ്ടെന്ന് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 10 സെൻറ്റിൽ 150 മൂടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശരാശരി 3 കിലോ വെച്ച് നമ്മൾ കൂട്ടിയാൽ പോലും 450 കിലോ കുരുമുളക് കിട്ടും. ഇറ്റ് മീൻസ് 150 കിലോ ഉണക്ക കുരുമുളക് 10 സെൻറ്റിൽ നിന്ന് കിട്ടും. അതിന് മാർക്കറ്റ് വാല്യൂ എന്തുവാണെന്ന് ഞാൻ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നോക്കാവുന്നേ. കുമ്പുക്കൾ കുരുമുളകാണെങ്കിൽ അത് നമ്മൾ ടോപ്പ് ഷൂട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക ആണെങ്കിൽ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു മൂട്ടിൽ നിന്ന് ഫസ്റ്റ് ഇയറിൽ തന്നെ 3 കിലോ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 3 കിലോ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു തിരി തന്നെ ആവറേജ് 10 ഗ്രാം തൂക്കം വരും. മൂപ്പത്തിയ ഒരു താര് 10 ഗ്രാം തൂക്കം വരും. ഒരു 400 താര് വരെ ഒരു ഇയറിൽ ടോപ്പ് ഷൂട്ട് ടിപ്പിൽ ഗ്രാഫ്റ്റ് ചെയ്ത ടോപ്പ് ഷൂട്ടിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം, ഒരു മൂട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെല്ലാം എവിഡൻഷ്യൽ വാല്യൂ ഉള്ളതാണ്. ഞാൻ നട്ട ഡേറ്റ അതിനകത്തുണ്ട്, അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അത് അത്രയും കിട്ടുമെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു വർഷത്തിൽ 3 കിലോ കിട്ടുമെന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ 5 കിലോ ആയിരിക്കും. 5 കിലോ ആയിരിക്കും. ഞാൻ അതാ പറയാം, 3 കിലോ വെച്ച് കൂട്ടിയാൽ പോലും 2-ാം വർഷത്തിൽ ഒരു മൂട്ടിൽ നിന്നും 3 കിലോ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ കൂടി 10 സെൻറ്റിൽ ഇൻറ്റൻസീവ് ഫാമിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്താൽ 1.5 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് മതി. 1.5 മീറ്റർ ഡിസ്റ്റൻസ് മതി. 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ അത് ഒരു മെത്തേഡുണ്ട്, കൃഷിയുടെ മെത്തേഡുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ആ രീതിയിൽ നമ്മൾ ചെയ്ത് ഇറിഗേഷൻ ഫെസിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഏറ്റവും മിനിമം ഒരു മൂട്ടിൽ നിന്ന് 3 കിലോ കുരുമുളക് ആദ്യ വർഷം കിട്ടും. 2-ാം വർഷം അത് വേരി ചെയ്യും, 5 വരെ കിട്ടാം. 3-ാം വർഷം വരുമ്പോൾ അങ്ങനെ ഒരു വർഷം എത്തി 5th ഇയർ എത്തുമ്പോഴത്തേക്കും ഒരു മൂട്ടിൽ നിന്ന് എന്തായാലും 10 കിലോ കുരുമുളക് ഉറപ്പാണ്. പക്ഷേ അതിനകത്ത് നട്ടങ്ങ് പോയാൽ പറ്റില്ല, ഇതിനെ മെയിൻറ്റെയിനും കൂടെ ചെയ്യണം. പ്രോപ്പറായിട്ട് മാനുവറിങ് വേണം, അതുപോലെ വരൾച്ച കാലത്ത് ജലസേചനം വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു മൂട്ടിൽ നിന്ന് 10 കിലോ കുരുമുളക് കിട്ടും. ഇറ്റ് മീൻസ് ഒരു സെൻറ്റിൽ നിന്ന് 150 മൂടിന് 1500 കിലോ കുരുമുളക് കിട്ടും. ഇറ്റ് മീൻസ് 500 കിലോ ഉണക്ക കുരുമുളക് കൃത്യമായി കിട്ടും. മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ മാർക്കറ്റ് വാല്യൂ സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എത്രയും റൈസിങ് ടെൻഡൻസിയാണുള്ളത്. ഇപ്പോൾ കുരുമുളകിൻ്റെ കേസ് കുമ്പുക്കലാണെങ്കിൽ ഇതാണ് എൻ്റെ റിസൾട്ട്. അത് ടോപ്പ് ഷൂട്ടിലാണെങ്കിൽ, ഇപ്പോൾ റണ്ണറാണെങ്കിൽ അത് 1 ഇയർ തൊട്ടേ കായ്ക്കാൻ തുടങ്ങും. 2 വർഷമാകുമ്പോൾ നോർമലി കുറച്ച് കിട്ടും, 3 വർഷമാകും, പക്ഷേ 5 വർഷമാകുമ്പോൾ ഈ റേഞ്ചിലെത്തും. ഓക്കെ, സാധാരണ എൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ ബേസിക്കലി അടിസ്ഥാന വളം കൊടുക്കുന്നത് ചാണകപ്പൊടി, ആട്ടുംപൊടി പുഴുക്കെന്നൊക്കെ പറയത്തില്ലേ, ആട്ടുംപുഴുക്ക, ഇതൊക്കെ ബേസ് അടിസ്ഥാന വളം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തടം എടുത്ത് ക്ലിയർ ആക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യമേ തന്നെ തടം എടുത്തിട്ട് ഒരാഴ്ച മുമ്പേ തന്നെ മണ്ണിൽ ആവശ്യമുള്ള കുറച്ച് കുമ്മായപ്പൊടി ഇട്ട് ഇളക്കിയിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് തടം ക്ലിയർ ആക്കി ഇടുന്നത്. അതിന് മുമ്പേ തന്നെ താങ്ങാല ഞാൻ ഫിക്സ് ചെയ്തിരിക്കും. താങ്ങാല ഞാൻ കൊന്നയാണ് ഉപയോഗിക്കുന്നത്. കൊന്നയും ആഴാന്തയും ആണെങ്കിൽ 6 മാസം കഴിഞ്ഞേ തൈ വെക്കാൻ പറ്റുള്ളൂ. കൊന്നയാണെങ്കിൽ കൊന്ന മുറിച്ച് വെച്ച് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ അത് നാമ്പ് പൊട്ടി തുടങ്ങും. എന്നിട്ട് ആദ്യം തടം എടുത്തിട്ട് ഒരാഴ്ച കുമ്മായം ഇട്ട് അതിന് ശേഷം
ജൈവവളം ഇട്ടതിന് ശേഷമാണ് ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ വയ്ക്കുന്നത്. അപ്പോൾ ഈ തൈ വെക്കുക എന്ന് പറഞ്ഞാൽ തിപ്പലിയുടെ വേര് വളരെ പെട്ടെന്ന് പോയി വളം പിടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ വേര് ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പം രാസവളം കൊടുക്കുന്നതിനകത്ത് തകരാറൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലുപൊടി കൊടുക്കാറുണ്ട്. രാസവളം അല്ല, എല്ലുപൊടി. എന്നാൽ ഞാൻ എല്ലുപൊടിയും ഈ കോംപ്ലക്സും കുറച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ സഡനായിട്ട് കയറി വരാമെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആഫ്റ്റർ 3 months ആണ്. 3 monthsും ഞാൻ അല്പം ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട്. വെള്ളം കൊടുക്കുന്നുണ്ട് എപ്പോഴും ചാണകപ്പൊടിയും ആട്ടുംപുഴുക്കയും തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ചാണകവും മിക്സാക്കി അതിനകത്ത് അല്പം മഗ്നീഷ്യം വളരെ ലോ ക്വാണ്ടിറ്റിയിലാണ്, മഗ്നീഷ്യം അല്ലെങ്കിൽ യൂറിയോ ഇങ്ങോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 ദിവസം ആയി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ തെളിവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ആഫ്റ്റർ 3 months 3 മാസത്തിന് ശേഷം അപ്പോഴത്തേക്കും ഇത് താരിടാൻ തുടങ്ങും. ടോപ്പ് ഷൂട്ടാണെങ്കിൽ താരിടാൻ തുടങ്ങും. 6 മാസമൊക്കെ ആകുമ്പോൾ നന്നായി താരിടാൻ തുടങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകിച്ചുള്ള വളപ്രയോഗം എന്ന് പറയുന്നത്. പിന്നെ നല്ല മഴക്കാലം കണ്ടിന്യൂസ് മഴ നിൽക്കുകയാണെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇതേവരെ ഇപ്പം തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്ത് 1 വർഷം വരെ ആയിട്ടുള്ള പ്ലാന്റിൽ എനിക്ക് അതിൽ കൂടുതൽ ഉള്ള എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പലയിടത്തും പോയി കണ്ട് 1 year വെച്ച് നോക്കിയിട്ട് യാതൊരു രോഗവും എൻ്റെ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു തൈക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ചെയ്യുന്നതിൻ്റെ പരിചരണം കൊണ്ടായിരിക്കാം ഞാൻ മഴക്കാലമുള്ള സമയത്തൊക്കെ ഞാൻ സാഫ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ 3 മാസം കൂടുമ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകം കലക്കി അത് മിക്സഡായിട്ട് അതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ തടത്തിൽ ഞാൻ തടം എടുത്തിട്ടാണ് ചെയ്യുന്നത്, ചാലുകൾ എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ആണ് ചെയ്തു വരുന്നത്. ഡയറക്റ്റ് വേര് എടുപ്പിച്ച് ചെയ്തു പോകുന്നതിനകത്തൊക്കെ വേര് ചെയ്യൽ എനിക്കൊരു 2% ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ സാഫാ ചെയ്യുന്നത്. അല്ല പിന്നെ ഞാൻ അപ്പോഴും എടുത്ത് കളയും, ആ തൈ പിന്നെ വെച്ചേക്കത്തില്ല. ഞാൻ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇതിൽ ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ചിലവർക്കും ചെയ്യാൻ പറ്റും. അതിന് സ്ഥലം വേണമെന്നൊന്നുമില്ല. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ ഓടിച്ചെന്ന് കുരുമുളക് പൊടി മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ തുടങ്ങിയാൽ അത് കുരുമുളക് പൊടി ആയിരിക്കത്തില്ല. അതിനകത്ത് കുരുമുളകിനകത്ത് എന്തെങ്കിലും അഡൾട്രേഷൻ മായം കൂടെ ചേർക്കാത്തൊരു കുരുമുളക് പൊടി നമുക്ക് കിട്ടത്തില്ല. പിന്നെ കുരുമുളക് എപ്പോഴും പച്ചയ്ക്കൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ പച്ചക്കുരുമുളക് കിട്ടുക ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതമായ സ്ഥലത്തിൽ വേണമെങ്കിൽ പോട്ടഡ് നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന കുരുമുളക് എടുക്കുക. അത് കുരുമുളക് അതൊരു 3-4 പോട്ട് ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആനുവലി ത്രൂ ഔട്ട് അവർക്ക് പച്ച കുരുമുളക് ലഭ്യമാവും. അതുപോലെ പഴുക്കുന്ന എടുത്ത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുരുമുളക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടമുണ്ട്. പിന്നെ ഈ കുരുമുളകിൻ്റെ കൃഷിയിൽ ഈ മഴക്കാലം പ്രത്യേകിച്ച് പറയുന്നുണ്ട് നാടാൻ. അത് നമ്മുടെ പഴയ കർഷകർ പാരമ്പര്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. കാരണം നല്ല ഇടോപ്പാതി സമയത്തൊക്കെ തൈ വെച്ച് കഴിഞ്ഞാൽ വള്ളി വെച്ച് കഴിഞ്ഞാൽ അത് വള്ളി വെക്കുന്നതാണ്. വള്ളി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വിരലൊടിച്ച് കുത്തിയാലും കിളിക്കുന്ന കാലം എന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് നൂൽമഴയുള്ള സമയം. ആ സമയത്തായിരുന്നു പണ്ട് കുരുമുളക് വെച്ചിരുന്നത്, ഈ ഞാറ്റുകാല കാലം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. നമുക്ക് ജലസേചന സൗകര്യം ഉണ്ടെങ്കിൽ എപ്പോഴും വയ്ക്കാവുന്നതാണ്. ജലസേചന സൗകര്യം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ആണെങ്കിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. അതൊക്കെ ഒരു 6 മാസം എന്തായാലും അതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ സൗകര്യവും അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഡയറക്റ്റ് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ വെയിലും വെള്ളവും ലഭ്യമാണെങ്കിൽ കുരുമുളകിൽ എപ്പോഴും ആദായമുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് ഷൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പച്ചക്കുരുമുളക് കിട്ടും കുറച്ചെങ്കിലും. സീസണലി അത് സാധാരണയായിട്ട് വരുന്ന ഫ്ലവറിങ് കൊണ്ട് ആദായമുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഈ ടോപ്പ് ഷൂട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ടോപ്പ് ഷൂട്ടിലാണെങ്കിൽ എപ്പോഴും അതിനകത്തൊരു 10 തിരിയെങ്കിലും നമുക്ക് പഴുത്ത് പറിക്കാൻ ഏത് സമയത്തും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പച്ചക്കുരുമുളക് എപ്പോഴും ലഭ്യമാണ്. ഈ കുരുമുളക് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഒരു സംശയം വന്നതല്ലേ. കുരുമുളക് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച്, ഈ തിപ്പലി കണ്ടൽ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. അതിൻ്റെ വേരിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. സാധാരണ കുരുമുളകിനുള്ള സോഫ്റ്റും ചെറിയതുമായ വേരുകളാണ്. ഈ വേരുകൾ അധികം മണ്ണിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകത്തില്ല. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്ന വളങ്ങൾ ആ ഏരിയയിൽ നിന്ന് മാത്രമേ ഇത് അബ്സോർവ് ചെയ്യുള്ളൂ. അത് അതിൻ്റെ ഷോർട്ടേജ് അനുസരിച്ച് ഈ പ്ലാന്റിലും അതിൻ്റെ റിഫ്ലക്ഷൻ കാണും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ടൈം ഇവൻ്റെ ഗ്രോയിങ് ടൈമിൽ അപ്പോൾ നമ്മൾ ഈൽഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഗ്രോത്ത് ആണ് പിന്നെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ആ ഗ്രോയിങ് ടൈമിൽ ഇവന് വേണ്ടത്ര മൂലകങ്ങൾ കിട്ടിയില്ലെങ്കിൽ വാട്ടർ സംഭവിച്ചതിലെല്ലാം പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം റിക്കവർ ചെയ്യാനായിരിക്കും നെക്സ്റ്റ് ഇയറിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഈൽഡ് കാണത്തില്ല. കാരണം എന്താ, അതിന് വേണ്ടത്ര ഈ ആവശ്യമുള്ള മൂലകങ്ങൾ പ്ലാന്റിനില്ല. അപ്പോൾ ഈ തിപ്പലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, റൂട്ട് പെനട്രേറ്റിംഗ് ആണ്. അത് എവിടെയായാലും പോയി ഇതിന് ആവശ്യമുള്ള മൂലകങ്ങൾ എടുത്തു കൊടുക്കും. ഇറ്റ് മീൻസ് ഇതൊരു സ്റ്റഡി സ്റ്റേബിൾ ഹെൽത്തി ആയിരിക്കും പ്ലാന്റുകൾ. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കൊടുത്തിട്ട് പ്രത്യേകത ഇത് സ്റ്റഡി സ്റ്റേബിൾ ഹെൽത്തി ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് തിപ്പലിൽ ഗ്രാഫ്റ്റ് വെച്ചാൽ തൈ വെച്ചിട്ട് കാര്യമില്ല. അതിനാവശ്യമുള്ള ഘടകങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. വെള്ളം ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കണം. വെള്ളത്തിലൂടെ മാത്രമല്ല ഈ മൂലകങ്ങൾ വേരിന് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ ഈ തിപ്പലിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈക്ക് നമ്മുടെ ഒരു 2% പോലും ഡാമേജ് പോസിബിലിറ്റിയോ മറ്റേ അസുഖങ്ങളുടെ പോസിബിലിറ്റിയോ ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിന് ചൂടും ആവശ്യമുണ്ട്, വെയിൽ കിട്ടണം. വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ശക്തമായി വളരുള്ളൂ.
ഈ ഈ വേര് നല്ല വേരാണ്. പിപ്പൽ ഈ ആവശ്യമുള്ള മൂലങ്ങൾ വലിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിന് ഇതിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയ നടക്കുന്ന സൺലൈറ്റിൻ്റെ ഹെൽത്തിലാണ്. ഈ കുരുമുളകിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിക്ക് ലീവ്സാണ്. തിക്ക് ലീവ്സാണ്. ബാക്കിയുള്ള എല്ലാ പ്ലാന്റുകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഒരു 10 മണി കഴിയുമ്പോൾ ഇലകളെല്ലാം മങ്ങിക്കിടക്കും. ഇറ്റ് മീൻസ് അവൻ്റെ പരിപാടി കഴിഞ്ഞോ കിച്ചൺ ക്ലോസ് ചെയ്യാണ്. പിന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ്, അതായത് അവരുടെ ആഹാര പാചകം ചെയ്യുന്നൊരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല. എന്നാൽ കുരുമുളകോ പ്ലാവോ മാവോ ഒക്കെ ഉള്ള പ്ലാന്റുകൾ നോക്കണം, ആ ഇല എപ്പോഴും സ്റ്റഡിയാണ്. അത് തിക്ക് ലീവ്സാണ്. മീൻസ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ഫുഡ് കൺസ്യൂം ചെയ്ത് വെക്കും. കൺസ്യൂം ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് ഉണ്ടാവും, ഈൽഡ് ഉണ്ടാവും. അപ്പോൾ വെയിൽ ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ എനിക്ക് ഉള്ള സൗകര്യം അനുസരിച്ച് ഞാൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തൈകൾ ആവശ്യക്കാർക്ക് ഞാൻ തൈ കൊടുക്കാറുമുണ്ട്. അപ്പോൾ തൈ കർശനമായ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിന് ശേഷമുള്ള തൈകളാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ തൈയുടെ കൊറിയർ സംവിധാനങ്ങളൊന്നുമില്ല. ആ കൊറിയർ മേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പോകുന്ന തൈ ഗ്രാഫ്റ്റ് ചെയ്ത തൈയുടെ ഹൈറ്റ് അറൗണ്ട് 2 feet ഒക്കെ വരും. 1.5 അടി കൂടുതലായിരിക്കും എൻ്റെ ഹൈറ്റ്. വരുമ്പം ഒടിയാൻ ഒക്കെ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഹെൽത്തി പ്ലാന്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സംഗതി കൊറിയറില്ല. അവർ വന്ന് എൻഷുർ ചെയ്ത് പ്ലാന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ചെയ്യുന്ന നമ്മൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ കൊണ്ടുപോകുന്ന തൈക്ക് നമുക്കൊരു അഷുറൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റ് പിടിച്ച് കറക്റ്റ് ലീഫിങ് ആയ തൈകൾ അവർ വന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയാൽ തൈകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈകൾ ഇവിടെ നമുക്കിപ്പം തന്നെ തൈയുടെ പ്രൊഡക്ഷൻ ഉണ്ട്. ആവറേജ് മോശമല്ലാത്ത രീതിയിലുള്ള തൈയുടെ പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക്. ആവശ്യപ്പെട്ടാൽ നമ്മളെ തൈ അവർ സെലക്ട് ചെയ്യണം. അവരത് പ്ലാന്റ് കണ്ടോണം. നമ്മളല്ലാതെ ഈ ഒരു ഇന്ന കിട്ടുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർക്ക് ഏത് ടൈമും വിസിറ്റ് ചെയ്യാം, വന്നവർ കാണാം, ബോധ്യപ്പെട്ടതിന് ശേഷം തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.